പത്തനംതിട്ട മൂഴിയാർ സർക്കാർ യു പി സ്കൂളിലെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഇനി അർഹമായ ഗ്രാന്റ് മുടങ്ങില്ല. കോന്നി MLA KU ജനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഴുവൻ കുട്ടികൾക്കും താത്കാലിക SBI ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ തീരുമാനമായി. ഗ്രാന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ ദുരിതം പറഞ്ഞ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ന്യൂസ് മലയാളം ഇംപാക്ട്. മൂഴിയാർ സർക്കാർ UP സ്കൂളിലെ 25 വിദ്യാർത്ഥികളാണ് SC/ST ഗ്രാന്റ് ലഭിക്കാതെ വർഷങ്ങളായി പ്രതിസന്ധി നേരിട്ടത്. ബാങ്ക് അക്കൗണ്ടിലൂടെ വിതരണം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഒരു തവണ പോലും ഇവർക്ക് ഗ്രാന്റ് ലഭിച്ചിരുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം കാണാൻ കോന്നി MLA KU ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കുട്ടികൾക്ക് താൽക്കാലിക SBI ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഉറപ്പാക്കാനും തീരുമാനമായി. ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ച് ജനന സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകാൻ അടൂർ RDOയ്ക്ക് MLA നിർദ്ദേശം നൽകി. ആധാർ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മൂഴിയാറിൽ പ്രത്യേക ക്യാമ്പും സംഘടിപ്പിക്കും. കുട്ടികളുടെ ദുരിതം പറഞ്ഞ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് അടിയന്തര ഇടപെടൽ. SBIക്ക് ടെമ്പററി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. RDOയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ്, ഈ കുട്ടികളുടെ ജനനം അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും നേതൃത്വത്തിൽ ജില്ലാ അക്ഷയ കേന്ദ്രം നേതൃത്വത്തിൽ മൂഴിയാർ ഒരു ക്യാമ്പ് തന്നെ സംഘടിപ്പിച്ച് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾക്കുമെല്ലാം അവരുടെ ആധാർ ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകളെല്ലാം നൽകുന്നതിനാവശ്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ രേഖകൾ പിന്നീട് ബാങ്കിന് സമർപ്പിച്ചാൽ മതി എന്ന നിലയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ വർഷം തന്നെ ലംസം ഗ്രാന്റിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. മൂഴിയാർ GUPSൽ പഠിക്കുന്ന SC/ST വിദ്യാർത്ഥികളിൽ പലരും ജനിച്ചത് കാടിനുള്ളിലായതിനാൽ ജനന സർട്ടിഫിക്കറ്റോ മറ്റ് അനുബന്ധ രേഖകളോ ഉണ്ടായിരുന്നില്ല. സാമൂഹിക സാഹചര്യങ്ങൾ പിന്നോട്ട് വലിച്ച ഒരു വിദ്യാർത്ഥി സമൂഹത്തെ അക്ഷരലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയ്ക്കാണ് ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയുണ്ടായ ഇടപെടലിലൂടെ ജീവൻ വയ്ക്കുന്നത്. ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.